നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കുടമാളൂർ സ്വദേശിയിൽ നിന്നും പണം തട്ടാൻ അന്തർ സംസ്ഥാന ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ ശ്രമം. പോലീസ് അന്വേഷണം തുടങ്ങി. വിവിധ ആവശ്യങ്ങളുമായി കായിക അധ്യാപകർ കോട്ടയം DD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ശമ്പള തുല്യത നടപ്പാക്കണമെന്ന് പ്രധാന ആവശ്യം. മണിമലയിൽ പോലീസ് സ്റ്റേഷനും വെള്ളാവൂർ വില്ലേജ് ഓഫീസിനും 5000 രൂപ പിഴ ചുമത്തി. പ്ലാസ്റ്റിക് ഭക്ഷണ അവശിഷ്ടങ്ങൾ ഓഫീസ് പരിസരത്ത് കൂട്ടിയിട്ടു. 2 കടകൾക്കും നോട്ടീസ്. വാർത്തകൾ വിശദമായി. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജയിലിലായ നരേഷ് ഗോയലിന്റെ പേരിൽ അന്തർ സംസ്ഥാന ഓൺലൈൻ തട്ടിപ്പ് സംഘം കുടമാളൂർ സ്വദേശിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു. പോലീസ് വേഷത്തിലാണ് സംഘം വീഡിയോ കോളിൽ എത്തിയത്. ഓൺലൈൻ തട്ടിപ്പ് സംഘം ബുധനാഴ്ച ഉച്ചയ്ക്കാണ് തട്ടിപ്പിന് ശ്രമിച്ചത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായി ജയിലിലുള്ള ജെറ്റ് എയർവേസ് സ്ഥാപകൻ നരേഷ് ഗോയലിന്റെ പേരിൽ കുടമാളൂർ സ്വദേശിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമം. പോലീസ് വേഷത്തിൽ വീഡിയോ കോളിൽ എത്തിയാണ് തട്ടിപ്പിന് ശ്രമിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ലയൺസ് ക്ലബ്ബ് ജില്ലാ PROയും ലയൺസ് റാഫിൾ ചെയർമാനുമായ MP രമേഷ് കുമാറിന്റെ ഫോണിലേക്ക് വാട്സാപ്പ് വീഡിയോ കോൾ വഴി ബന്ധപ്പെട്ടത്. മുംബൈ പോലീസിൽ നിന്നാണെന്നാണ് ഇവർ പരിചയപ്പെടുത്തിയത്. നരേഷ് ഗോയൽ മുംബൈയിൽ ആരംഭിച്ച 60ഓളം ബാങ്ക് അക്കൗണ്ടുകളിൽ ഒന്ന് രമേഷ് കുമാറിന്റെ പേരിലുള്ളതാണെന്ന് ഇവർ പറഞ്ഞു. ആദ്യം വീഡിയോ കോളിൽ പോലീസ് വേഷത്തിൽ എത്തിയ ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ രമേഷ് കുമാറിനോട് തിരക്കി. എന്നാൽ തന്റെ പേരിൽ മുംബൈ ബാങ്ക് അക്കൗണ്ടില്ലെന്ന് രമേഷ് കുമാർ മറുപടി പറഞ്ഞതോടെ രമേഷ് കുമാറിന്റെ പേരിലുള്ള കാനറ ബാങ്കിന്റെ മുംബൈയിലെ അക്കൗണ്ട് വിശദാംശങ്ങളും ATM കാർഡും സഹിതം ഉദ്യോഗസ്ഥൻ വാട്സാപ്പിൽ അയച്ചു നൽകി. 2 കോടി രൂപ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ നിലവിൽ 20 കോടി രൂപയുണ്ടെന്നും അത് അഴിമതി പണമാണെന്നുമായിരുന്നു മുംബൈ പോലീസ് സംഘത്തിന്റെ വിശദീകരണം. എനിക്ക് അവിടെ അക്കൗണ്ട് ഇല്ല, കാനറ ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ എനിക്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടൻ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ATM കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ കാനറ ബാങ്കിലെ ഡീറ്റെയിൽസ്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ കൈവശമുണ്ട്, ഇതാ അയക്കുന്നു, നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു. അത് നോക്കിയപ്പോൾ അതിനകത്ത് ഏതാണ്ട് 2.5 കോടി രൂപ ഓപ്പണിംഗ് ബാലൻസും ഇന്നലെ എടുത്ത ആ ലിസ്റ്റിനകത്ത് 20 കോടി രൂപ ബാലൻസും അതിനകത്തുണ്ട്. അങ്ങനെയുള്ള ഇതാണ്. അപ്പം ഈ പണം നിങ്ങളുടെ അക്കൗണ്ടിലുള്ളതാണെന്നും നിങ്ങൾ അഴിമതിക്കാരനാണെന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങോട്ട് അവർ വളരെ ചൂടാകുകയായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഹയർ ഓഫീസർ കൊടുക്കാമെന്ന് പറഞ്ഞ് ഹയർ ഓഫീസർ സംസാരിച്ചു. അപ്പം അങ്ങേരെ സൈബർ സെല്ലിൻ്റെ SP ആണെന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത്. അപ്പം അവർ പറയുന്നത് നിങ്ങളുടെ പേരിൽ ഇത്രയും വലിയ നടപടികൾ ഉണ്ടായിട്ടുണ്ട്, അതിന് നിങ്ങൾ ഉത്തരം പറയണം, നിങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്, അതുകൊണ്ട് നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞു. CBI സംഘം ഉടൻ എത്തുമെന്നും അറസ്റ്റ് ചെയ്യുമെന്നും ഉള്ള സംഘത്തിന്റെ ഭീഷണിയിൽ രമേശ് പേടിക്കാതിരുന്നതോടെ സംഘം ഒത്തുതീർപ്പിന്റെ വഴിയിലെത്തി. ഇതിനിടയിൽ വിവരങ്ങൾ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ച് തന്നെ അറസ്റ്റ് ചെയ്യാൻ രമേശ് പറഞ്ഞതോടെ പോലീസ് സംഘം കോൾ കട്ട് ചെയ്തു. വാട്സാപ്പിൽ അയച്ച രേഖകളെല്ലാം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ജില്ലാ പോലീസ് മേധാവി K കാർത്തിക്കിനും ജില്ലാ സൈബർ സെല്ലിനും രമേശ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കായിക അധ്യാപകർ കോട്ടയത്ത് DD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ശമ്പള തുല്യത നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 2017 മുതൽ നടത്തിവരുന്ന സമരത്തിന്റെ തുടർച്ചയായി കഴിഞ്ഞ ജൂൺ 10 മുതൽ സംസ്ഥാനത്തെ കായിക അധ്യാപകർ നടത്തിവരുന്ന ചട്ടപ്പടി സമരത്തിന്റെ ഭാഗമായാണ് കോട്ടയത്തും സമരം നടന്നത്. കായിക പരിശീലനങ്ങൾക്ക് വിഘാതമാകുന്ന 6ാം പ്രവൃത്തി ദിനം ഒഴിവാക്കുക, കായിക താരങ്ങളുടെ ഗ്രേസ് മാർക്ക് പുനഃസ്ഥാപിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, കായിക അധ്യാപക സംരക്ഷണ ഉത്തരവുകൾ പുനഃസ്ഥാപിക്കുക, ആരോഗ്യ കായിക വിദ്യാഭ്യാസ നിർബന്ധ പാഠ്യവിഷയമാക്കുക, KER കായിക അധ്യാപക തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ ശാസ്ത്രീയവും കാലോചിതവുമായി പരിഷ്കരിക്കുക, പുതുക്കിയ ടൈം ടേബിൾ അനുസരിച്ചുള്ള മുഴുവൻ പീരിയഡുകളും HS തസ്തിക നിർണയത്തിന് പരിഗണിക്കുക തുടങ്ങി 15 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കായിക അധ്യാപകർ പ്രതിഷേധ സമരം നടത്തിയത്. കോട്ടയം തിരുനക്കരയിൽ നിന്നും പ്രകടനമായി എത്തിയ അധ്യാപകർ DD ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കായിക അധ്യാപക സംയുക്ത സമരസമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസിറ്റ് ജോൺ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ഡിഗ്രിയും PGയും ഡോക്ടറേറ്റുമുള്ള നിരവധി കായിക അധ്യാപകർ കേരളത്തിലുണ്ട്. അവർ ഹൈസ്കൂളിൽ ആയി കയറിയോ UP ആയി കയറിയോ അവിടെ തന്നെ അവർ പെൻഷൻ പറ്റി പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കേരളത്തിലെ ഏതെങ്കിലും പൊതുമേഖലയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയോ സർക്കാർ മേഖലയിലോ ജോലിക്ക് കയറിയിട്ട് അതേപടി പെൻഷൻ പറ്റി പോകേണ്ട ഏതെങ്കിലും ഒരു മേഖലയുണ്ടോ? അത് കായിക അധ്യാപകർ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും 111/2017 എന്നുള്ള ഓർഡർ ഇറക്കിക്കൊണ്ട് എല്ലാ കായിക അധ്യാപകരെയും
നിർബന്ധമായിട്ടും എല്ലാ സ്കൂളിലും നിർബന്ധമായിട്ടും വെച്ചുകൊണ്ട് സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ് നിർബന്ധമായിട്ടും നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. എല്ലാ സ്കൂളുകളെ എണ്ണം അനുസരിച്ചല്ലാതെ എല്ലാ സ്കൂളിലും കായികത്തുകാരെ നിർബന്ധമായി കൊടുക്കുക. തുല്യ ജോലിക്ക് തുല്യ ശമ്പളം അനുവദിക്കുക എന്നാണ് നിർബന്ധമായിട്ടും എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും കൂടുതലായിട്ടൊന്നും ജില്ലാ പ്രസിഡന്റ് മാത്യു തൈക്കടവിൽ, സെക്രട്ടറി ബിജു ദിവാകരൻ, കോർഡിനേറ്റർ എബി ചാക്കോ, സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ചട്ടപ്രകാരം അർപ്പിതമായ എല്ലാ ജോലികളും ചെയ്തുകൊണ്ട് കുട്ടികളുടെ പഠന പരിശീലന അവസരങ്ങൾ നിഷേധിക്കാതെ മാതൃകാപരമായാണ് അധ്യാപകർ സമരം നടത്തുന്നതെന്ന് ഇവർ പറഞ്ഞു. 5 മുതൽ 10 വരെ ക്ലാസുകൾക്ക് ആരോഗ്യ, കായിക വിദ്യാഭ്യാസ പാഠപുസ്തകങ്ങളും പരീക്ഷകളും നിലവിലുണ്ടെങ്കിലും ഈ വിഷയം പഠിപ്പിക്കാനാവശ്യമായ അധ്യാപകരെ നിയമിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ 40 ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾക്ക് ആകെയുള്ളത് 2034 കായികാധ്യാപകർ മാത്രമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണിമല പോലീസ് സ്റ്റേഷനും വെള്ളാവൂർ വില്ലേജ് ഓഫീസിനും 5000 രൂപ വീതം പിഴയിട്ട് വെള്ളാവൂർ പഞ്ചായത്ത് ഇൻസ്പെക്ഷൻ സ്ക്വാഡ്. ഓഫീസ് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യവും ഭക്ഷണ അവശിഷ്ടവും അലക്ഷ്യമായി കൂട്ടിയിട്ടിരുന്നതിനാണ് പിഴ ചുമത്തിയത്. വാഹന പരിശോധനകൾക്കിടയിൽ നിരന്തരമായി പിഴയടപ്പിക്കുന്ന മണിമല പോലീസിനും വെള്ളാവൂർ വില്ലേജ് ഓഫീസിനും 5000 രൂപ വീതം പിഴയടപ്പിച്ച് വെള്ളാവൂർ പഞ്ചായത്ത് ഇൻസ്പെക്ഷൻ സ്ക്വാഡ്. മാലിന്യമുക്ത കേരളവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളാവൂർ പഞ്ചായത്ത് ഇൻസ്പെക്ഷൻ സ്ക്വാഡ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് പോലീസ് സ്റ്റേഷനും വെള്ളാവൂർ വില്ലേജ് ഓഫീസിനും 5000 രൂപ വീതം പിഴയീടാക്കിയത്. സ്ഥാപന മേധാവികളായ മണിമല പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസറും വില്ലേജ് ഓഫീസറും 5000 രൂപ വീതം പിഴയടച്ചു. മണിമലയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും സ്ക്വാഡ് പരിശോധന നടത്തിയിരുന്നു. ഓഫീസ് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളും അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പിഴ ഈടാക്കിയത്. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി സൂക്ഷിച്ചതിന്റെ പേരിൽ 2 വ്യാപാര സ്ഥാപനങ്ങൾക്കും 5000 രൂപ വീതം പിഴ ചുമത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മണിമല. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി NDAയുടെ ഘടകകക്ഷിയായത് കൂടുതൽ കരുത്തു പകരുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി. NDAയുടെ ഘടകകക്ഷിയായി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി കടന്നുവന്നത് NDAയ്ക്ക് കൂടുതൽ കരുത്താണെന്ന് NDA സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. കേരള കോൺഗ്രസിനെ NDAയുടെ ഘടകകക്ഷിയാക്കിയതിനു ശേഷം നടന്ന നേതൃയോഗം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് ആ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ മേഖലകളിലെല്ലാം സംഘടനാ പ്രവർത്തകരും കേരളം മൊത്തം വലിയ രീതിയിൽ വികസിക്കണം ഞാൻ പറയില്ല. കാരണം എല്ലാ സംഘടനയ്ക്കും എല്ലാ സ്ഥലത്തും നമുക്ക് കമ്മിറ്റി ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ പ്രവർത്തനം സജീവമായി നടത്തുവാനോ നമുക്ക് കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഏതാണ്ട് പാലക്കാട്, മലബാറിലേക്ക് പോയ സംഘടനാ സംവിധാനം വളരെ വീക്കാണ്. നിങ്ങൾ ദയവായി നിങ്ങൾ പ്രധാനപ്പെട്ട ട്രിവാൻഡ്രം മുതൽ അതുപോലെ എറണാകുളം വരെയുള്ള പ്രദേശങ്ങൾ ശക്തമായി പ്രവർത്തിച്ചാൽ NDA വലിയ സ്പേസ് ഉണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങളുടെ എല്ലാം ഒരു നല്ല പ്രവർത്തനം ഉണ്ടെങ്കിൽ തീർച്ചയായും മഞ്ഞക്കടമ്പിൽ പറ്റും. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ അധ്യക്ഷത വഹിച്ചു. BDJS സംസ്ഥാന വൈസ് ചെയർമാൻ K പത്മകുമാർ, സംഗീത വിശ്വനാഥ്, കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ദിനേശ് കർത്ത, സംസ്ഥാന ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നം, വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര, ട്രഷറർ റോയ് ജോസ്, സംസ്ഥാന ഭാരവാഹികളായ LR വിനയചന്ദ്രൻ, ലൗജിൻ മാളിയക്കൽ, വിനയ് നാരായണൻ, സുമേഷ് നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. 1500 വിദ്യാർത്ഥികൾക്ക് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പ്. പുതുപ്പള്ളിയിൽ നടന്ന സ്കോളർഷിപ്പ് വിതരണം ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ 8 പഞ്ചായത്തുകളിൽ നിന്നുള്ള 1500 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ സമ്മാനിച്ചു. രക്ഷാധികാരി ജോഷി ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നൽകുന്ന സാമ്പത്തിക സഹായങ്ങളെല്ലാം നല്ല വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുന്നതിന് MLA എന്ന നിലയിൽ നൽകുന്ന പ്രോത്സാഹനമാണെന്ന് ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. ഇത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ നാട്ടകം സുരേഷ് മുഖ്യാതിഥിയായി. ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയാമ്മ ഉമ്മൻ, UDF പുതുപ്പള്ളി നിയോജക മണ്ഡലം കൺവീനർ കുഞ്ഞു പുതുശ്ശേരി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അമ്പിളി മാത്യു, മോനിച്ചൻ കിഴക്കേടം, ജില്ലാ പഞ്ചായത്ത് അംഗം റജി M ഫിലിപ്പോസ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ KB ഗിരീശൻ, KK രാജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വവ്വാൽ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് രാമപുരം വെള്ളിലാപ്പള്ളിയിലെ നിരവധി കുടുംബങ്ങൾ. നിപ്പ ഭീതിയും ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. പരാതി നൽകിയിട്ടും ആരോഗ്യവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും
നാട്ടുകാർ പരാതിപ്പെടുന്നു. വീട്ടുമുറ്റത്തും തൊടിയിലും ഉണ്ടാകുന്ന ഒരു പഴവർഗ്ഗങ്ങളും കഴിക്കാൻ ഭാഗ്യമില്ലാത്തവരായി മാറിയിരിക്കുകയാണ് രാമപുരം ഗ്രാമപഞ്ചായത്ത് വെള്ളിലാപ്പള്ളി വാർഡിലെ കുടുംബങ്ങൾ. എല്ലാ പഴവർഗ്ഗങ്ങളും വവ്വാൽ കൂട്ടത്തോടെ തിന്നു നശിപ്പിക്കുന്നു. നാളുകളായി വവ്വാൽ ശല്യം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അതിരൂക്ഷമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്തതോടെ ഇവരുടെ ആശങ്കയും വർദ്ധിച്ചു. വെള്ളിലാപ്പള്ളി വാർഡിലെ കിഴക്കേനകത്ത് മേനോംപറമ്പ്, കന്നുംകുളമ്പിൽ എന്നീ പുരയിടങ്ങളിലാണ് ആയിരക്കണക്കിന് വവ്വാലുകൾ ഉള്ളത്. റബ്ബർ മരങ്ങളിലും തേക്ക്, പ്ലാവ് എന്നിവയിലുമെല്ലാം ഇവ തൂങ്ങിക്കിടക്കുകയാണ്. റബ്ബർ മരത്തിന്റെ ഇലകൾ വരെ ഇവ നശിപ്പിക്കുന്നുണ്ടെന്ന് സമീപവാസികൾ പറഞ്ഞു. നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തതോടെ വവ്വാലിന്റെ സാന്നിധ്യം ആളുകൾക്കിടയിൽ ഭീതിയും സൃഷ്ടിച്ചു തുടങ്ങി. രാത്രികാലങ്ങളിൽ വീടുകൾക്കുള്ളിലും ഇവ പറന്നെത്തും. അലർജി അടക്കമുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വവ്വാൽ സാന്നിധ്യം കാരണമാകുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. നിപ്പയുടെ പശ്ചാത്തലത്തിൽ വവ്വാൽ ശല്യത്തിനെതിരെ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ മനോജ് ചിങ്കല്ലേൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. വവ്വാൽ സാന്നിധ്യമുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച് റിപ്പോർട്ട് നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 14-ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മെഡിക്കൽ ഓഫീസർക്ക് കൈമാറിയിരുന്നെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പരാതിയുണ്ട്. രാമപുരത്തെ ടൗൺ ഉൾപ്പെടെ കടന്നു വരുന്ന വെള്ളിലാപ്പള്ളി വാർഡിൻ്റെ മേനാമ്പറമ്പിൽ, കിഴക്കേനാകം, കന്നുംകുളമ്പിൽ ഉൾപ്പെടെയുള്ള 2-3 പുരയിടങ്ങൾ നിറച്ച് വവ്വാലിൻ്റെ ശല്യം. അത് അതിരൂക്ഷമായിട്ടുള്ള, നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ അതിനപ്പുറമായിട്ടുള്ള ശല്യം നാട്ടുകാർക്കെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നിപ്പ വൈറസിൻ്റെ ഈ അവസരത്തിൽ ജനങ്ങൾ വളരെയധികം ആശങ്കയിലാണ്. ഈ വാവൽ കഴിക്കാത്ത ഒരു ഫലഭൂയിഷ്ടങ്ങൾ പോലും ഇവിടെ ആർക്കും ലഭിക്കുന്നില്ല. ഒരു വീടുകളിൽ ഒരു പേരയ്ക്കാകട്ടെ, റംബൂട്ടാനാവട്ടെ, ഒരു സപ്പോട്ട ഉൾപ്പെടെ ഉള്ള ഫലഭൂയിഷ്ടങ്ങളൊന്നും ഒരു സാധനങ്ങളും ആർക്കും ലഭിക്കുന്നില്ല. അത്തരത്തിൽ ആൾക്കാർക്ക് വളരെയധികം ശല്യം ഉണ്ടാക്കുന്നു. ഇത് പഞ്ചായത്തിലും അതുപോലെ തന്നെ ഞാൻ പഞ്ചായത്ത് ത്രൂ ആരോഗ്യവകുപ്പിന് ഇതൊരു 2-3 ആഴ്ച മുമ്പ് തന്നെ ഇതേപ്പറ്റി പരാതി കൊടുക്കുകയുണ്ടായി. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ നിപ്പ വൈറസിൻ്റെയൊക്കെ കാര്യങ്ങൾ എല്ലാവരും അറിയുന്നുണ്ട്. അത് നമ്മുടെ ഈ നാട്ടിലും നമ്മുടെ ഈ രാമപുരത്തും അത് വളരെയധികം ആയിട്ട് ആശങ്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അതിനുവേണ്ടി നമ്മൾ വേണ്ട മുൻകരുതലുകൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകണമെന്നാണ് എൻ്റെ വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എൻ്റെ ആവശ്യം. രാമപുരത്തെ പ്രധാന ജലസ്രോതസ്സായ പുതുവേലി തോടിന് സമീപമാണ് വവ്വാൽ കൂട്ടം ചേക്കേറിയിരിക്കുന്നത്. ഇവയുടെ വിസർജ്യമടക്കം മഴ പെയ്യുമ്പോൾ തോട്ടിലേക്ക് ഒഴുകിയെത്തും. തന്നെയുമല്ല, പ്രദേശത്ത് നിരവധി കിണറുകളും ഉണ്ട്. ജനവാസ കേന്ദ്രത്തിൽ നിന്നും വവ്വാൽ കൂട്ടത്തെ തുരത്തി പൊതുജനാരോഗ്യം സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ രൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് വെള്ളിയാഴ്ച ഭരണങ്ങാനത്ത് അൽഫോൻസ സവിധത്തിൽ തുടക്കമാകും. 1 വർഷം നീണ്ടു നിൽക്കുന്നതാണ് ജൂബിലി ആഘോഷങ്ങൾ. വിശ്വാസത്തിന്റെ ഈറ്റില്ലമായ പാലായ്ക്ക് ഇനി പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ദിനരാത്രങ്ങൾ. പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. 1 വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങൾ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. പാലാ രൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, പാലാ രൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ, മുൻ സഹായ മെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ, സീറോ മലങ്കര സഭ മാർത്താണ്ഡം രൂപതാധ്യക്ഷൻ വിൻസെന്റ് മാർ പൗലോസ്, രൂപത വികാരി ജനറൽ മാർ ഫൊറോന വികാരിമാർ, രൂപതയിലെ വൈദികർ എന്നിവർ സഹകാർമ്മികരാകും. 1950 ജൂലൈ 25-ന് 12-ാം പിയൂസ് മാർപ്പാപ്പയുടെ തിരുവെഴുത്തിലൂടെയാണ് പാലാ രൂപത നിലവിൽ വന്നത്. ചങ്ങനാശ്ശേരി രൂപത വിഭജിച്ച് കുറവിലങ്ങാട്, പാലാ, മുട്ടുചിറ, ഭരണങ്ങാനം എന്നീ 5 ഫൊറോനകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച രൂപത ഇന്ന് 17 ഫൊറോനകളിലായി 171 ഇടവകകളായി വളർന്നു. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലായി 1166 ചതുരശ്ര കിലോമീറ്ററുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പാലാ രൂപത 75,000-ഓളം കത്തോലിക്ക കുടുംബങ്ങളിലായുള്ള 3.25 ലക്ഷത്തോളം വിശ്വാസികൾക്ക് ആത്മീയ നേതൃത്വം സമ്മാനിക്കുന്നു. രൂപതയിൽ ജനിച്ചു വളർന്ന് സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിച്ച വൈദികരുടെയും സന്യസ്തരുടെയും ത്യാഗവും ദേവാലയങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും നിർമ്മാണത്തിനും നടത്തിപ്പിനുമായി ആത്മസമർപ്പണം ചെയ്ത ആത്മായ സഹോദരങ്ങളുടെ സന്മനസ്സുമാണ് രൂപതയുടെ കഴിഞ്ഞ 3/4 നൂറ്റാണ്ടിന്റെ സമ്പാദ്യമെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. നാളെയാണ് ജൂബിലി പ്ലാറ്റിനം ഉദ്ഘാടനം. നമ്മളുടെ ഭരണങ്ങാനം അൽഫോൻസയുടെ തീർത്ഥാടന പള്ളിയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിപ്പിതാവാണ് പരിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വലിയ പിതാവ് പിതാവ്, നമ്മുടെ സഹായമെത്രാനായിരുന്ന മുരിക്കൻ പിതാവ്,
ഇപ്പോൾ ഞങ്ങൾക്ക് വാർഷിക ധ്യാനം പ്രീച്ച് ചെയ്യുന്ന മാർത്താണ്ഡം മലങ്കര കത്തോലിക്ക രൂപതയുടെ അധ്യക്ഷൻ വിൻസെന്റ് പിതാവ്, ഞാനും, പിന്നെ പ്രധാനച്ചന്മാർ, അതുപോലുള്ള കൊറോണ വികാരിമാർ തുടങ്ങി രൂപതയുടെ എല്ലാ വൈദികരും അതിൽ പങ്കെടുക്കും. രൂപത മുഴുവനും, വൈദിക സമൂഹം മുഴുവനും നാളെ 2:45 കുർബാനയ്ക്കായിട്ട് നിർണയാനത്ത് റെഡിയാണ്. മാർ ജോസഫ് കല്ലറങ്ങാട്ടിനൊപ്പം മുഖ്യവികാരി ജനറൽ ഫാദർ ജോസഫ് തടത്തിൽ, ഫാദർ ജോസഫ് മുത്തനാട്ട്, ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ KM ദിലീപ് ഓഗസ്റ്റ് 29-30 തീയതികളിൽ കോട്ടയം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഹിയറിംഗ് മാറ്റിവെച്ചു. പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവർ കം ക്ലീനർ നിയമനം നടത്തുന്നു. താൽപര്യമുള്ളവർ ബയോഡേറ്റ, അസൽ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ജൂലൈ 29 രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ ഹാജരാകണം. ഫോൺ 048125065153. വെബ്സൈറ്റ് www.rit.ac.in. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടമാളൂർ സ്വദേശിയിൽ നിന്നും പണം തട്ടാൻ അന്തർ സംസ്ഥാന ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ ശ്രമം. പോലീസ് അന്വേഷണം തുടങ്ങി. വിവിധ ആവശ്യങ്ങളുമായി കായിക അധ്യാപകർ കോട്ടയം DD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ശമ്പള തുല്യത നടപ്പാക്കണമെന്ന് പ്രധാന ആവശ്യം. മണിമലയിൽ പോലീസ് സ്റ്റേഷനും വെള്ളാവൂർ വില്ലേജ് ഓഫീസിനും 5000 രൂപ പിഴ ചുമത്തി. പ്ലാസ്റ്റിക് ഭക്ഷണ അവശിഷ്ടങ്ങൾ ഓഫീസ് പരിസരത്ത് കൂട്ടിയിട്ടു. 2 കടകൾക്കും നോട്ടീസ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.